ഇപ്പോൾ വരുന്ന ഒരു വാർത്തയിലേക്കാണ്. മുൻ മന്ത്രിയും MLA-യുമായ തിരുവഞ്ചൂർ രാധാകൃഷ്ണന് വിർച്വൽ അറസ്റ്റ് ഭീഷണി. മുംബൈ പോലീസ് വ്യാജേനയായിരുന്നു ഭീഷണി. വാട്സ്ആപ്പ് വീഡിയോ കോൾ വഴിയായിരുന്നു തട്ടിപ്പിന് ശ്രമം. ഹരിമോഹൻ വിശദാംശങ്ങളുമായി ചേരുകയാണ്. ഹരി, ഇത് എങ്ങനെയായിരുന്നു ഈ തട്ടിപ്പിന്റെ ശ്രമം? എങ്ങനെ പൊളിച്ചു ഈ തട്ടിപ്പ്? അറിയ കഴിഞ്ഞ ദിവസമായിരുന്നു മുൻ മന്ത്രിയും ഇപ്പോൾ MLA-യുമായ തിരുവഞ്ചൂർ രാധാകൃഷ്ണന് ഒരു കോൾ വരുന്നത്. ആദ്യം ഓഡിയോ കോൾ ആയിട്ട് വരികയായിരുന്നു, പിന്നീട് വാട്സപ്പ് കോൾ വന്നു, അതിനുശേഷം വാട്സപ്പ് വീഡിയോ കോൾ ആയിട്ടാണ് വന്നത്. ആദ്യം ഒരു നമ്പറിൽ നിന്ന് വിളിച്ചു, അതിനുശേഷം 2 നമ്പറുകളിൽ നിന്ന് കൂടി, ആകെ 3 നമ്പറുകളിൽ നിന്ന് മാറി മാറി ഈ തട്ടിപ്പുകാർ വിളിക്കുകയായിരുന്നു തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ. ആ 3 നമ്പറുകളിൽ നിന്ന് വിളിച്ചപ്പോഴും ഇവർ പറഞ്ഞത് തങ്ങൾ മുംബൈ പോലീസിൽ നിന്നുള്ളവരാണ്, മഹാരാഷ്ട്രയിൽ രജിസ്റ്റർ ചെയ്ത ഒരു കേസുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് വിളിക്കുന്നതാണ്. അതായത് മഹാരാഷ്ട്രയിൽ രജിസ്റ്റർ ചെയ്ത, മുംബൈ രജിസ്റ്റർ ചെയ്ത ഒരു കേസിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ ആധാർ കാർഡ് ഉപയോഗിച്ചുകൊണ്ട് ഒരു ഫോൺ നമ്പർ എടുത്തിട്ടുണ്ട്. ആ ഫോൺ നമ്പർ ഉപയോഗിച്ചുകൊണ്ട് കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ടിരിക്കുന്നു, മുംബൈയിൽ ഒരാൾ ഏർപ്പെട്ടിട്ടുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ തിരുവഞ്ചൂരിനോട് പറയുകയാണ്. അങ്ങനെ പോലീസ് യൂണിഫോമിൽ നിന്ന ആളുകൾ ഈ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞ് ഇത്തരത്തിൽ തട്ടിപ്പിലേക്ക് വരുന്ന ഒരു ഘട്ടത്തിൽ തന്നെ തിരുവഞ്ചൂരിന് കാര്യങ്ങൾ ഏറെക്കുറെ ബോധ്യപ്പെടുകയും തുടർന്ന് ഉടൻ തന്നെ ആ കോൾ കട്ട് ചെയ്ത് പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ തന്നെ നമുക്കൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, താങ്കളെ എങ്ങനെയാണ് ഈ സംഘം തട്ടിപ്പിന് ഇരയാക്കാൻ ശ്രമിച്ചത്? താങ്കൾക്ക് ആദ്യഘട്ടത്തിൽ തന്നെ തട്ടിപ്പാണെന്ന് ബോധ്യമായോ? ഇന്നലെ ഒരു 1:30 മണിക്ക് ഞാൻ നിയമസഭ കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടി MLA ഹോസ്റ്റലിൽ വന്നതാണ്. ആ സമയത്ത് എനിക്കൊരു ടെലിഫോൺ കോൾ വന്നു എൻ്റെ മൊബൈലിൽ. എന്നിട്ട് അവർ പറയുന്നൊരു കള്ളക്കഥയാണ്. ഞാൻ ബോംബെയിൽ നിന്ന് ഒരു മൊബൈൽ എടുത്തിട്ടുണ്ട് എന്നൊക്കെയാണ്. ഞാനങ്ങനെ മൊബൈലും എടുത്തിട്ടില്ല, ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ എൻ്റെ മൊബൈൽ നമ്പറിൽ നിന്ന് അവർക്കൊരു മെസ്സേജ് അയക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇതൊരു കള്ളത്തരാണ്. കാരണം എൻ്റെ ബാക്കി മൊബൈലിൽ നമ്പർ വെച്ചിട്ട് എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി ഇവർ ചെയ്യുന്ന ഒരു കള്ളപ്പണിയാണെന്ന് എനിക്ക് തോന്നി. ഞാൻ DGPയെ വിളിച്ചു. DGPയെ വിളിച്ചിട്ട് പറഞ്ഞു, അദ്ദേഹം പോലീസിലൊക്കെ പറഞ്ഞു വിട്ടു, ഇത് സംബന്ധിച്ചൊരു മൊഴി കൊടുത്തിട്ടുണ്ട്, ഒരു പെറ്റീഷൻ കൊടുത്തിട്ടുണ്ട്. ഇനി പോലീസ് വഴി അതിൻ്റെ അന്വേഷണം നടത്തി ഇതിൻ്റെ കുറ്റക്കാരത് തട്ടിപ്പുകാരാണെന്നുള്ളത് എനിക്ക് നല്ല കൃത്യമായിട്ടറിയാം. അവർക്കെതിരായിട്ടുള്ള നടപടി തുടരട്ടെ എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. താങ്കൾ മുഖാമുഖം ഈ തട്ടിപ്പുകാരെ കണ്ടിരുന്നോ വീഡിയോ കോളിൽ? ഇല്ല, ഞാൻ കണ്ടില്ല. പക്ഷേ ഞാൻ സംസാരിക്കുന്ന സമയത്ത് ഈ ഫോണിൻ്റെ ഒരു സൈഡിൽ നിന്ന് എൻ്റെ PA കണ്ടു. അവിടെ ഒരു പോലീസുകാരൻ നിൽക്കുന്നത്, പോലീസ് വേഷത്തിലൊരാൾ. അതൊക്കെ ഒരു തട്ടിപ്പ് തന്നെയായിരിക്കും, ശുദ്ധ തട്ടിപ്പുകളാണ്. ഇവർ ആദ്യഘട്ടത്തിൽ സമീപിക്കുമ്പോൾ പറയുന്ന അവരുടെ ഒരു സംസാര രീതി അടക്കം എങ്ങനെയായിരുന്നു? ഇപ്പോൾ നിരവധി പേർക്ക് സമാനമായ രീതിയിൽ കോൾ വരുന്നുണ്ട്. ഹിന്ദി കലർന്ന ഇംഗ്ലീഷ് അവർ സംസാരിക്കുന്നത്. അപ്പൊ അവർക്ക് ഹിന്ദി കൃത്യം അറിയില്ല, ഇംഗ്ലീഷും അറിയില്ല, ആ മാതിരിയാണ്. അപ്പൊ ഏതായാലും അവര് സംസാരിച്ചു. പക്ഷെ എനിക്കപ്പം തന്നെ ഒരു സംശയം തോന്നി. അതുകൊണ്ട് വളരെ കൃത്യമായിട്ട് ഞാൻ അവരുടെ ഓരോരോ കാര്യങ്ങൾ ചോദിച്ചു. അവരവിടെ ഒരു FIR രജിസ്റ്റർ ചെയ്തിരുന്നു എന്ന് പറഞ്ഞു. ഞാൻ FIRന്റെ നമ്പർ ഞാൻ ചോദിച്ചപ്പോൾ അവർ പറയുന്നത് സാധാരണഗതിയിലുള്ള ഒരു FIR നമ്പർ അല്ല. ഒരു നമ്പർ അവർ പറഞ്ഞു, MS എന്ന് പറഞ്ഞ ഒരു നമ്പർ, FIRന്റെ നമ്പർ പറഞ്ഞു. നോക്കുമ്പോൾ അതിൻ്റെ ലാസ്റ്റ് വരുമ്പോൾ വേറെ ഒരു ഇതിലോട്ടാണ് പോകുന്നത്. സാധാരണഗതിയിൽ കോടതിയിൽ അങ്ങനെ ഒന്നും നമ്പർ ഇടുകയില്ല. അപ്പോൾ അതുകൊണ്ട് ഇത് വളരെ കൃത്യം തട്ടിപ്പാണ് എന്ന് ബോധ്യമുള്ളത് കൊണ്ട് ഇനി വേറെ ആർക്കും ആ തട്ടിപ്പ് ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടി പോലീസിൽ തന്നെ കംപ്ലൈൻറ്റ് ചെയ്ത് DGPയുടെ നേതൃത്വത്തിൽ തന്നെ ആ കാര്യങ്ങൾ അന്വേഷിക്കുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നി. കാരണം ബോംബെ നാളെന്ന് പറയും ബോംബെ DGP ആയിട്ട് സംസാരിക്കണല്ലോ. അവിടെ നിന്ന് തന്നെ ഈ തട്ടിപ്പിൻ്റെ ഉറവിട അവതാണെന്ന് വരികിൽ അവിടെ കൊണ്ട് വേണേൽ അന്വേഷണം മുന്നോട്ട് പോകാൻ. അതിന് സഹായിക്കത്തക്ക വിധത്തിൽ എൻ്റെ പെറ്റീഷൻ ഞാൻ കൊടുത്തിട്ടുണ്ട്. ആ പെറ്റീഷൻ്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം ഉണ്ടാകും എന്നാണ് എൻ്റെ വിശ്വാസം. യെസ്, വളരെ വ്യക്തമാണ്. വളരെ നന്ദി ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഈ ഘട്ടത്തിൽ ഞങ്ങളോട് പ്രതികരിച്ചതിന്. ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണനെയാണ് ഇത്തരത്തിൽ ഒരു തട്ടിപ്പ് സംഘം വിർച്വൽ അറസ്റ്റ് എന്ന വ്യാജേന വിളിച്ച് പണം തട്ടാൻ ശ്രമിച്ചത്. എന്തായാലും പക്ഷേ ആ തട്ടിപ്പ് ആദ്യഘട്ടത്തിൽ തന്നെ MLAക്ക് കയ്യോടെ പൊക്കാൻ സാധിച്ചു എന്നതാണ് ആശ്വാസകരം. പരാതി നൽകിയിട്ടുണ്ട്, അന്വേഷണം പുരോഗമിക്കുകയാണ്. മുംബൈ പോലീസ് എന്ന വ്യാജേനയായിരുന്നു ഈ തട്ടിപ്പ് സംഘം MLAയെ സമീപിച്ചത് എന്നാണ് അദ്ദേഹം തന്നെ ഇപ്പോൾ നമ്മളോട് വിശദീകരിച്ചത്. ആ തട്ടിപ്പ് രീതി എങ്ങനെയായിരുന്നു എന്നതിനെക്കുറിച്ച് അടക്കമാണ് അദ്ദേഹം നമ്മളോട് സംസാരിച്ചത്.